2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വഖഫ് ബോർഡ് നിയമത്തിനെതിരെ ഹിന്ദു ഐക്യവേദി പള്ളുരുത്തിയിൽ ജനജാഗരണ സദസ്സ് സംഘടിപ്പിച്ചു. വഖഫ് ബോർഡിന്റെ നിയമത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി ശ്രീ വെങ്കടാചലപതി ക്ഷേത്ര മൈതാനിയിൽ ജനജാഗരണ സദസ്സ് സംഘടിപ്പിച്ചു. ഹേമ സാജന്റെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ മത തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ജനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പരിപാടി ആരംഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ച് ഭാരതീയ ജനതയുടെ സുരക്ഷിതമായ ഭാവി കണക്കിലെടുക്കാതെ മതതാൽപര്യങ്ങൾ മുൻനിർത്തി നിശബ്ദമായി അടിച്ചേൽപ്പിച്ച കരിനിയമങ്ങളുടെ ഭവിഷ്യത്തുകൾ ഇന്ന് രാജ്യം മുഴുവനുള്ള ജനങ്ങൾ ജാതിമതഭേദമന്യേ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും തീരാക്കളങ്കമാണ് വഖഫ് എന്ന മത നിയമമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇത്തരത്തിലുണ്ടായാൽ ഏതൊരു വിഷയമായാലും ചിലരൊക്കെ ഇപ്പോൾ വഖഫ് ബോർഡിനെയും ദേവസ്വം ബോർഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡ് ആരുടെയും സ്വത്ത് അങ്ങോട്ട് പോയി കവർന്നെടുത്തിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കേസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും. നീതിപീഠം എന്താണോ വിധി പറയുന്നത് അത് ദേവസ്വം ബോർഡായാലും എതിർകക്ഷികളായാലും അത് അംഗീകരിക്കും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമ്മുടെ ഭൂമിയുടെ മേൽ അവകാശവാദം വന്നു കഴിഞ്ഞാൽ ഉന്നയിച്ചിരിക്കുന്ന വഖഫ് ബോർഡിന്റെ മുന്നിലേക്ക് നാം ചെല്ലണം. അവരിൽ നിന്നും ഒരു തീർപ്പുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലിലേക്കാണ് നാം പോകേണ്ടത്. അതായത് ചെന്നൈയെക്കുറിച്ച് പരാതി പറയുവാനായിട്ട് കഴുതപ്പുലയുടെ മുന്നിലേക്ക് പോകുന്ന മാൻപേടയുടെ അവസ്ഥ. അവിടെ ആരാണ് ഇരിക്കുന്നത്? നമ്മൾക്ക് എതിരെ അവകാശവാദം ഉന്നയിച്ച ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്ന് തോന്നുന്നത് ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ അവിടെ ചെല്ലുന്നതിൽ 99.9% ഭൂമികളും അവരുടേതായി മാറും. ചരിത്രവും അത് തന്നെയാണ്. ഇത്തരം കരിനിയമങ്ങൾ എന്നേക്കുമായി എടുത്തു കളയണമെന്ന് കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ ജനജാഗരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു. വഖഫ് നിയമത്തിന്റെയും മുനമ്പൻ നിവാസികളുടെയും പ്രശ്നങ്ങളും നാൾവഴികളും വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ച കെവിൻ പീറ്റർ ബംഗ്ലാദേശിൽ മതഭീകരരാൽ വേട്ടയാടപ്പെടുന്ന ഹൈന്ദവ ജനത ഉൾപ്പെടുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. താലൂക്ക് സംഘടനാ സെക്രട്ടറി PV ജയകുമാർ സ്വാഗതം ആശംസിച്ചു. താലൂക്ക് പ്രസിഡന്റ് TP പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PC ബാബു ആമുഖ പ്രഭാഷണവും ജില്ലാ സഹസംഘടനാ സെക്രട്ടറി MG ഗോവിന്ദൻകുട്ടി മുഖ്യ പ്രഭാഷണവും നടത്തി. BJP സംസ്ഥാന സമിതി അംഗം VK സുദേവൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പള്ളുരുത്തി മേഖലാ ഉപാധ്യക്ഷൻ രാജേഷ് മോഹൻ നന്ദി പറഞ്ഞു. ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി PP മനോജ്, ഖജാൻജി MH ഭഗവത് സിംഗ്, വർക്കിംഗ് പ്രസിഡന്റ് സദാനന്ദൻ മാഷ്, R ഭരത് കുമാർ, AK അജയകുമാർ, EV ഗോവിന്ദൻ, K വിശ്വനാഥൻ, ഗണേഷ്, സുരേഷ്, സന്തോഷ്, രാജേഷ്, രജീഷ് തുടങ്ങിയ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർക്കൊപ്പം കാസ സംഘടനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ ലെവലിൽ നമ്മൾ ഇതിനെ ചർച്ച ചെയ്യുകയും ഈ വിഷയം പൊതുസമൂഹത്തെ വളരെയധികം ദൂഷ്യത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം 8-ാം തീയതി കലൂർ വച്ചിട്ട് വലിയൊരു കൺവെൻഷൻ നടത്തി. സമുദായ സംഘടനയുടെ ചുമതലപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുത്ത് വലിയൊരു പരിപാടി, നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ സംഖ്യ പങ്കെടുത്ത ഒരു വലിയൊരു പരിപാടി. ആ കൺവെൻഷനിൽ നമ്മൾ തീരുമാനിച്ചു കേരളത്തിലെ 3 സ്ഥലങ്ങളിൽ, തിരുവനന്തപുരത്തും കോട്ടയത്തും തൃശ്ശൂരും കോഴിക്കോടും 3 സെമിനാറുകൾ ഇതിനെ സംബന്ധിച്ചോളം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സെമിനാറുകൾ നടക്കുകയാണ്. അവസാന സെമിനാർ അടുത്ത 2 ദിവസത്തിനുള്ളിൽ കോട്ടയത്ത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.